വ്യക്തികൾ. നമ്മുടെ ഈ വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഉദ്ഘാടനം നമ്മൾ ഈ പോത്തുകുട്ടി വിതരണത്തോടുകൂടി ആരംഭിക്കുകയാണ്. നമ്മൾ ഈ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ആദ്യത്തെ 20 എണ്ണം നമ്മൾ സപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഒരു ഉദ്ഘാടനമായി കണ്ട് വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ മറ്റ് ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്യുന്നതാണെന്നും ഏറെ അറിയിച്ചുകൊള്ളുന്നു. ഒരു ഉദ്ഘാടന പ്രസംഗത്തിനായി അധ്യക്ഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മെമ്പർഷിപ്പ് അവരുകളെയും ക്ഷണിക്കുന്നു. നമ്മുടെ പദ്ധതി പ്രകാരം ചിതറ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് മാംസ ആവശ്യത്തിനുള്ള പോത്തുകുട്ടി, അപ്പോൾ അതാണ് നമ്മുടെ പദ്ധതി. അപ്പോൾ അത് പ്രകാരമാണ് നമുക്ക് ഈ പോത്തുകുട്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉൽപ്പാദന മേഖല ചിതറ ഗ്രാമപഞ്ചായത്തിൽ വളരെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള പദ്ധതികളാണ് നമ്മുടെ ഭരണസമിതി വന്നേ പിന്നെ നമ്മൾ അവലോകനം ചെയ്യുകയും അതുപോലെ തന്നെ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകുകയും. നമ്മൾ പശുവിനെ കൊടുത്ത് മുട്ടക്കോഴിയെ കൊടുത്തു, ഇതിൽപ്പെട്ട അർക്കിയെ കൊടുക്കുന്നു. ഇപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പോത്തുകുട്ടി. അപ്പോൾ ഇതിൻ്റെ സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറും അതുപോലെ തന്നെ എൻ്റെ പ്രിയ സഹോദരിക്ക് തുല്യം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള മിനി മെമ്പറിനെ ആദരവ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ നമ്മുടെ ബഹുമാനീയ പഞ്ചായത്ത് പ്രസിഡന്റ് അടത്രാൻ അവർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MS മുരളി സാർ അവർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവ മെമ്പർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമ്മൂട്ടി മോഹനൻ, എൻ്റെ സഹപ്രവർത്തകനായ രാജീവ് പള്ളി, നമ്മുടെ ഡോക്ടർ, ഇവിടെ എത്തിയിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ, ഗുണഭോക്താക്കളെ, നമ്മുടെ മാംസാവശ്യത്തിന് പോത്തുകുട്ടിയെ നമ്മളെ കൊടുക്കുന്നതിൻ്റെ ഉള്ള ഒരു ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു വാർഡിൽ നിന്ന് 4 പേർക്കാണ് നമ്മൾ ഇപ്പോൾ പോത്തുകുട്ടിയെ വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ 22 എണ്ണമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടുത്തെ പൈസ അടയ്ക്കുന്നതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള പോത്തുകുട്ടികളെ മേടിച്ച് കൊടുക്കുന്നതാണ്. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മുടെ ഇതിൻ്റെ അധ്യക്ഷനായ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മെമ്പറെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ നമ്മുടെ ബഹുമാനായ പ്രസിഡന്റ് മടത്രാൻ അവരുകളെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ മുൻ പ്രസിഡന്റ് MS മുരളി സാർ അവരുകളെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമ്മൂട്ടി മോഹൻ അവരുകളെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. എൻ്റെ സഹപ്രവർത്തകനായ രാജീവ് പുരാപ്പള്ളിയെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ ഡോക്ടർ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് ഗുണഭോക്താക്കളെയും മറ്റ് രാഷ്ട്രീയ പ്രവർത്തക നേതാക്കളെ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായിട്ടുള്ള ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ, ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ മടത്തറ അവരുടെ ആദരവ്. പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, മുൻ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് MS മുരളി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമ്മൂട്ടി മോഹൻ, വാർഡ് മെമ്പർമാർ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, കൃഷിക്കാർ, കഴിഞ്ഞ 24-25 വർഷത്തെ പദ്ധതിയിലുള്ള പോത്തുകുട്ടിയാണ് ഇപ്പോൾ വിതരണം ചെയ്തത്. നാളത്തെ DPCയുടെ കഴിയുമ്പോൾ 25-26 പോത്തുകുട്ടി കൂടി വിതരണം ചെയ്യുമ്പോൾ ഒരു വാർഡിൽ 8 എണ്ണം വീതം കിട്ടും. ഉൽപ്പാദന മേഖലയ്ക്കകത്ത് ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ഈ കായലിൽ കൊണ്ടു ചെന്ന് നീരം കിഴക്കും പോലെ അല്ലാതെ ഗുണകരമാവുന്ന മേഖല കണ്ടെത്തണമെന്ന ഒരു കാഴ്ചപ്പാട് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക്. അതുകൊണ്ടാണ് 360ഓളം പശുക്കളെ ഇതുവരെ വാങ്ങിക്കൊടുത്തു. ആ പശുവിനെ വാങ്ങിയത് രാമചാന്നാരെ വീട്ടിൽ ഇങ്ങനെ പശു വെറുതെ ആക്കാരെ വീട്ടിൽ ഒന്നും നിൽക്കുകയല്ല. തമിഴിലെ മുരുകൻ എന്ന് പറയുന്നവൻ അണ്ണാച്ചിമാർ കൊടുക്കുന്ന പശുവിനെയാണ് വാങ്ങി ഇവിടെ കൊണ്ടുപോയി. അതുവഴി പശുവിൻ്റെ എണ്ണവും കൂടി, പാലിൻ്റെ അളവും കൂടി. 4500 ലിറ്റർ പാൽ പ്രതിദിനം അധികം ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്തായി ചിതറ ഗ്രാമപഞ്ചായത്ത് ഈ 4 കൊല്ലക്കാലം കൊണ്ട് നേടിയെടുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു 100
120ഓളം പശുക്കളെ വീണ്ടും ഈ കൊല്ലം കൂടി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു 500 500ഓളം പശുക്കളെ വിതരണം ചെയ്യാനും അതനുസരിച്ചുള്ള ഒരു പാലിൻ്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും പറ്റും. വരുന്ന സമിതി അടക്കം ആലോചിക്കണമെന്ന് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ കൂടി നമ്മുടെ പഞ്ചായത്ത് തുടങ്ങുമ്പോൾ ഒരു ഗ്ലാസ് പാലിന് 10 രൂപ കിട്ടുന്ന സ്ഥാനത്ത് അത് 10, 20, 25 രൂപയായി വർദ്ധിപ്പിക്കാൻ കൃഷിക്കാരന് കഴിയും. അങ്ങനെ ആ മേഖലയ്ക്കകത്തും ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ മുട്ടക്കോഴി ഒരു വാർഡിൽ ഏകദേശം 400 യൂണിറ്റുകൾ 4 കൊല്ലക്കാലം കൊണ്ട് പട്ടികജാതിയും ജനറൂപം ഉൾപ്പെടുത്തിക്കൊണ്ട് 5 കോഴിക്കുഞ്ഞുങ്ങൾ വീതമുള്ള 400ഓളം കുടുംബങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി എല്ലാം ചട്ടിയിലാണെന്നേ ഉള്ളൂ, മുട്ടയെല്ലാം ആയിട്ടുണ്ടെങ്കിലും കൊല്ലത്തല്ലേ ഉള്ളൂ ചട്ടിയായി എങ്കിലും അത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ടർക്കിക്കോഴി പുതിയ ഇനത്തിലുള്ള 12 രൂപ 13 രൂപ വിലയുള്ള മുട്ടയും ഒരു 7 കിലോ അടക്കം ഇറച്ചിയും കിട്ടുന്ന കോഴിയാണ് ടർക്കിക്കോഴി. ആ ടർക്കിക്കോഴിയെ പട്ടി പിടിക്കില്ല, പട്ടിയെ കൊത്തും. അതുകൊണ്ട് തന്നെ പട്ടി പിടിച്ചെന്ന് പരാതി പറയാൻ കഴിയാത്തവണ്ണമുള്ള ടർക്കിക്കോഴിയും ഇപ്രാവശ്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കുന്നത്. 2 ഉൽപ്പാദന മേഖലയ്ക്കകത്ത് കൃഷിഭവൻ വഴി ഏകദേശം ഒരു വാർഡിൽ 400 ചട്ടി മൺചട്ടി ഭൂമിയില്ലാത്തവനടക്കം ചട്ടിയിൽ കൃഷി ചെയ്യാൻ തക്കാളിയും ഈ പറയുന്ന വെണ്ടയ്ക്കയും പച്ചമുളകും അടക്കം ചീരയും എല്ലാം ചട്ടിയിൽ കൃഷി ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ 400ഓളം മൺചട്ടി ഇതുവരെയായി പഞ്ചായത്ത് വാർഡിലെത്തിക്കാനും കഴിച്ചു. ഉൽപ്പാദന മേഖലയ്ക്കകത്ത് വലിയ കാഴ്ചപ്പാടോടുകൂടി ഏറ്റെടുത്തതിന്റെ ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഈ പോത്തുകുട്ടിയെല്ലാം വളർത്തിയെടുക്കുമ്പോൾ മാന്യമായി 7500 രൂപ ജനറൽ വിഭാഗത്തിനും 3000 രൂപ പട്ടികജാതി വിഭാഗത്തിനുമാണ് ഒരു അടക്കിയെടുക്കും. അതിനേക്കാൾ വിലയുള്ള സാധനമാണ് വിലയ്ക്ക് പോയാൽ ഇത്രയും കിട്ടത്തില്ല. അങ്ങനെയുള്ള പോത്തുകുട്ടിയാണ് ഇവിടെ നിന്ന് ഏകദേശം 90, 100, 105 കിലോ ഒക്കെ വരുന്ന പോത്തുകുട്ടിയാണ് വിതരണം ചെയ്തത്. ഇതിനെ കൊണ്ടുപോയി നന്നായി വളർത്തി തീർച്ചയായും പെരുന്നാളൊക്കെ വരുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് ഈ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സക്കാത്ത് കൊടുക്കാനുള്ള പെരുന്നാൾ, വലിയ പെരുന്നാളിന് ചോദിക്കുന്ന വില കിട്ടും. പോത്തിനെ സംബന്ധിച്ചുള്ള കാര്യത്തിലൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് കൃഷിക്കാർ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. അടുത്തായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ MS മുരളി അവരുടെ. പ്രിയമുള്ള അധ്യക്ഷൻ, പോത്തുകുട്ടിയുടെ ഔപചാരികമായ വിതരണോദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വേദിയിൽ സാന്നിധ്യമുള്ള എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ ഗുണഭോക്താക്കളായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള ഡോക്ടർ ആൻഡ് സ്റ്റാഫുകൾ, സുഹൃത്തുക്കളെ, ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്ന നിലയിലാണ് പഞ്ചായത്ത് ഭരണസമിതി മാംസാവശ്യത്തിന് വേണ്ടി പോത്തുകുട്ടികൾ വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും നമുക്കുള്ള റിക്വസ്റ്റ്, അഭ്യർത്ഥന, 1 വർഷമെങ്കിലും ഇതിനെ വളർത്തണം. 1 വർഷം വളർത്തുമ്പോൾ ഇന്നുള്ളതിൻ്റെ ഇരട്ടി വളർച്ച തീർച്ചയായിട്ടും അതിനുണ്ടാക്കും. അപ്പോൾ ഈ പോത്തുകുട്ടി എന്ന് പറയുമ്പോൾ കേവലം എഴുതി കാണിക്കുന്ന രീതി അല്ല ഇത്. ഏറ്റവും മെച്ചപ്പെട്ട വളർച്ചയുണ്ടാകാൻ സാധ്യതയുള്ള നല്ല പോത്തുകുട്ടികളാണ് നമ്മുടെ ഇപ്പോൾ 20 എണ്ണം തരുന്നത്. 2024-25 പദ്ധതി പ്രകാരമാണ് ഇത് നൽകുന്നത്. അവശേഷിക്കുന്നത് നമുക്ക് 1 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണം. 2024-25-26 പദ്ധതി പ്രകാരവും പോത്തുകുട്ടി പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേരിൽ തന്നെ ഇതെല്ലാം കൊടുത്ത് തീർക്കണമെന്നുള്ള താല്പര്യവും കൂടി നമുക്കുണ്ട്. പക്ഷേ എത്രത്തോളം നടക്കുമെന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടറെ കൂടി ഒരു ആക്റ്റീവായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായിരുന്നാലും നമുക്ക് ഇപ്പോൾ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള ഈ പോത്തുകുട്ടിയുടെ വിതരണവും അതിനെ സംരക്ഷിക്കലും അത് മേടിച്ചു കൊണ്ടുപോയി അപ്പോൾ തന്നെ വിറ്റാലും കുറച്ച് ലാഭം ഗുണഭോക്താക്കൾക്ക് കിട്ടും. കാരണം 7500 രൂപ സബ്സിഡി ആയിട്ട് പഞ്ചായത്ത് ജനറൽ വിഭാഗത്തിന് കൊടുക്കുകയാണ്. കേട്ടോ കുട്ടി, ഞാൻ പറയുന്നത് ഒരു കാരണവശാലും വിൽക്കരുത്. 1 വർഷം നിങ്ങൾ ഇതിനെ സംരക്ഷിക്കണം. 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ വിറ്റ് നോക്കുക. എന്താണെന്നാലും ഒരു കാരണവശാലും നഷ്ടം വരത്തില്ല. ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്കുണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതിലൂടെ മാംസാവശ്യത്തിലേക്ക് വേണ്ടി
നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി കൂട്ടായ തീരുമാനമെടുത്ത് ഇവിടെ നൽകുന്ന പോത്തുകുട്ടിയുടെ വിതരണവും അത് ഏറ്റുമേടിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കർഷകർക്കും എക്കാലവും ഇതിൻ്റെതായിട്ടുള്ള ഓർമ്മകൾ ചിതറ പഞ്ചായത്തിനോടൊപ്പം കൂടി നിലനിർത്തിക്കൊണ്ട് ഈ സംരംഭത്തിന് തുടക്കമിടുകയും അത് വേണ്ട വിധത്തിൽ പരിലാളിച്ച് ഈ പോത്തുകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിച്ച് പൈസ അടച്ച് ഏറ്റുമേടിക്കാൻ വേണ്ടി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ചിതറ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. നമുക്കതിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യം, നമ്മുടെ ബഹുമാന്യനായ ഡോക്ടറും അപ്പോൾ നമ്മുടെ പശുവിനെ കൊടുക്കുന്ന കാര്യത്തിലും ഈ പറയുമ്പോൾ നമ്മുടെ പോത്തുകുട്ടിയുടെ കാര്യത്തിലും നമ്മുടെ ഈ ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മളെല്ലാവരെയും വിളിച്ച് അപ്പോൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ നന്നായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ പിന്നെ മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് പറയുമ്പോൾ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഡോക്ടറെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം ഇതിന് നന്നായിട്ട് ഉപകരിക്കും എന്നുള്ള രീതിയിൽ എനിക്ക് നമുക്ക് ഈ ഭരണസമിതി നല്ല വിശ്വാസമുണ്ട്. അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അമ്മൂട്ടി മോഹൻ അവരുടെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ അധ്യക്ഷൻ ശ്രീ ഷിബു, അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഭർത്തറാന്, നമ്മുടെ പഞ്ചായത്തിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MS മുരളിയവർ, നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായ മിനി അരുമ, എൻ്റെ സഹപ്രവർത്തകനായ നമ്മുടെ രാജീവ് മുരപ്പള്ളി, ഏറെ ബഹുമാനായ ഡോക്ടർമാർ, ഇവിടുത്തെ ജീവനക്കാർ, ഉപഭോക്താക്കളെ നമുക്കൊക്കെ അറിയാം. കഴിഞ്ഞ 8-9 വർഷമായി നമ്മുടെ കേരള സർക്കാർ നാടിനും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിലെ സമൂഹത്തിൽ ഒന്നടക്കം പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമകാര്യങ്ങൾ ചെയ്തിരിക്കുന്ന സർക്കാരാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സാധാരണ ജനങ്ങൾക്ക് ഒരു ജീവിതമാർഗം, നല്ല സൗകര്യമായ ജീവിത രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നടപ്പിലാക്കിയിട്ടുള്ള മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംരംഭമാണ് ഈ പശു വളർത്തലും അതോടൊപ്പം തന്നെ പോത്തുകുട്ടിയെ വിതരണവും. അതിൻ്റെ ഭാഗമായിട്ട് ചിതറ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിരിക്കുന്ന ഈ സംരംഭമാണ്. ഏതാണ്ട് 100-ൽ പരം പോത്തുകുട്ടികളെയാണ് 24-25 ഈ വർഷങ്ങളായി നമ്മൾ കൊടുക്കുക. ചില പ്രത്യേക തടസ്സങ്ങൾ കാരണം വൈകിപ്പോയതിനേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇന്നിവിടെ ഇതിൻ്റെ ഭൗതികമായ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രസിഡന്റ്, അതോടൊപ്പം നല്ല രീതിയിൽ ഈ പോത്തുകുട്ടിയെ വാങ്ങുന്നവർക്ക് നല്ലൊരു ജീവിതമാർഗവും നല്ല സന്തോഷവും ഒരു കുടുംബജീവിതം ഇതിലൂടെ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും ചിതറ ഗ്രാമപഞ്ചായത്ത് അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിന് ശ്രീ രാജീവ് പുരാപ്പള്ളി അവരുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ഷിബു, അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനമായ ശ്രീ ഭർത്തറാനിൽ, മുൻ പ്രസിഡന്റ് MS മുരളി അവരും, അതുപോലെ വേദിയിലും ഇവിടെ കൂടിയിരിക്കുന്ന ഗുണഭോക്താക്കളെ, ഈ നമ്മുടെ ഈ പോത്തുകുട്ടിയെ തന്നിട്ട് ഇത് കൊണ്ടുപോയി നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ കൊണ്ടുപോയി വിൽക്കാതാണ് 2 വർഷം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ 3 ഇരട്ടി ലാഭമുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ ഫാമുകൾ കൊണ്ടുവന്ന് ഇതുള്ള കുട്ടികളെ കൊണ്ടുവന്നതിന് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിന് 4-5 ഇരട്ടി സാമ്പത്തിക ലാഭം കൊടുക്കുകയും അതുപോലെ വീണ്ടും അതുമായി ഇതുപോലെ പോത്തുകുട്ടികളെ വാങ്ങി വളർത്തി ജീവിതോപാധിയായി എടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഏറെ പ്രിയങ്കരനായ ഡോക്ടറെ ആദ്യം ക്ഷണിക്കാം. നമ്മുടെ ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മെമ്പർമാരും, ഞാൻ നേരത്തെ ജോലി ചെയ്ത പഞ്ചായത്തിലും നമ്മൾ ഞാൻ കയറിയ വർഷം തന്നെ ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയതായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഉദ്ഘാടനത്തിന് ഞാൻ വിളിച്ചപ്പോഴത്തേക്കും കഷ്ടപ്പെട്ട് ഞാൻ മോശമായിട്ട് പറയുന്നതല്ല, പഞ്ചായത്ത് പ്രസിഡന്റും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മാത്രമേ വന്നുള്ളായിരുന്നു. പക്ഷേ ഇവിടെ ഇത്രയും ഞങ്ങളുടെ ഈ ഒരു വേദി ഇത്രയും ഇതാക്കാനായിട്ട് എല്ലാ മെമ്പർമാരും, എല്ലാ നേതാക്കന്മാരും, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും വന്നിട്ടുണ്ട്. വളരെ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കർഷകരെയും ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ യോഗ കൊടുത്ത് യോഗ
അതിങ്ങോട്ട് കൊണ്ടുവന്നു ഇനി നമ്മുടെ കോടികളായിരുന്നു ആണോ കൊണ്ടുവരുന്നത്